കുറേ പേര് മോൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ മോള് പൊതുവെ ഫുഡ് കഴിക്കുന്നത് തീരെ കുറവാണ്. ഇപ്പം പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാറേ ഇല്ല കേട്ടോ. അവൾ കഴിക്കില്ലെങ്കിൽ പോലും ഞാൻ അവൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. രാവിലെ എണീറ്റ് വന്നാൽ ഉടനെ ആ ഒരു കാര്യമൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പോലും ഞാൻ നോക്കാറുള്ളത്. ആദ്യം തന്നെ അപ്പച്ചെമ്പിനകത്ത് വെള്ളം, അതായത് ഇഡ്ഡലി ചെമ്പിനകത്ത് വെള്ളം എടുത്തിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇടും. കാടമുട്ടയാണ് ചില ദിവസം വെക്കാറ്, ചില ദിവസം കോഴിമുട്ട, ചില ദിവസം താറാവ് മുട്ട. അവൾ ആകെ മനസ്സറിഞ്ഞ് കഴിക്കുന്നത് രാവിലെ കൊടുക്കുന്ന ഈ ഒരു പാലും മുട്ടയാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മുടക്കാറില്ല. ഇന്ന് അങ്ങനെ അപ്പച്ചമ്പിന്റെ അടിയിൽ മുട്ട വെച്ചിട്ട് മോളിൽ നേന്ത്രപ്പഴം വെച്ചു. കൂടാതെ 2 ദിവസം മുമ്പിട്ട് മോൾക്ക് കൊടുത്താൽ നല്ലതാണെന്ന് പറഞ്ഞ് മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കഷ്ണം കൂടെ തട്ടിനകത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരുമിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഗ്യാസും സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. ഇതൊന്നും കൂടാതെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ട്, അവിൽ പൊതിർത്തതാട്ടോ. അപ്പൊ അവിലിൻ്റെ അകത്ത് കുറച്ച് ശർക്കരയും പാലൊക്കെ വെച്ച് പൊതിർത്ത് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മുന്നിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. അപ്പൊ അതും കൂടെ റെഡിയാക്കി വെച്ചു. പിന്നെ മുന്നത്തെ വീഡിയോന്റെ അകത്ത് പാക്കറ്റ് പാല് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നൊരു സങ്കടം പറഞ്ഞപ്പോൾ അടുത്തുള്ള ചേച്ചി ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള പാല് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ പാലും കുറച്ച് ശർക്കരയും കൂടെ എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചു. വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് 100 ഡിഗ്രിയിൽ തിളപ്പിച്ചെടുക്കണം. അതുകൂടാതെ കുറച്ച് ദിവസമായിട്ട് മുത്താറി കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൂടെ പൊതിർത്ത് വെച്ചു. പിന്നെ ഏട്ടൻ രാവിലെ തന്നെ പോയതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു സ്മൂത്തിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും പാലും ശർക്കരയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും. ഇനിയിപ്പോൾ എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞാലും ഇതൊന്നും കൊണ്ട് എനിക്ക് ഹാപ്പി ആവൂല. അതുകൊണ്ട് തന്നെ ചോറിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കണം കേട്ടോ. അതിന് മുമ്പിട്ട് മോൾക്ക് ഫുഡ് കൊടുക്കണം. മോളുടെ ഫുഡ് എന്ന് പറയുന്നത് രാവിലെ ഉണ്ടാക്കി വെച്ച പാലും മുട്ടയാണ്. അവളുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എടുക്കാൻ എളുപ്പമാണെങ്കിലും കൊടുക്കുന്നത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ആകെ എടുത്തത് ഈ ഒരു പാല് കുടിക്കുന്നതും മുട്ട കഴിക്കുന്നതും മാത്രമാണ്. ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇടാം. അപ്പൊ മോൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ വീഡിയോ അത്രേ ഉള്ളൂ. ഐറ്റംസ് കുറച്ച് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. അവൾ കഴിക്കുന്നത് വളരെ കുറവാട്ടോ. പിന്നെ നമുക്ക് ഓഫീസ് ചെയർ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു ചെയർ വാങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കണം എന്നുള്ളത്. അതെന്താണെങ്കിലും സാധിച്ചു. അപ്പൊ ഇതിന്റെ ലിങ്ക് മോള് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലവ് യു ഓൾ.